ഇത് അഖിൽ സത്യൻ തന്നെയാണ് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം മറ്റാൾ ഇവിടെ വന്നിരുന്നാലും ഇതേപോലെയാണ്. സത്യേട്ടന് മാറിപ്പോയിട്ടുണ്ട്. ഒരിക്കലും അടുത്ത് കിടന്നിട്ട് അഖിലിനെ ഞാൻ ആ സിനിമയിൽ അസിസ്റ്റൻ്റ് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത് കിടക്കുന്ന ആൾ പറഞ്ഞു, അച്ഛൻ ഞാനാണ് അഖിൽ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു മറ്റവനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ചില ആളുകളെ പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ അച്ഛന്മാരെ പറ്റി സംസാരിക്കാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. ഇപ്പോൾ വി.ടി. വാസുദേവൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനെ പറ്റി സംസാരിക്കുമ്പോൾ വി.ടി. ഭട്ടതിരിപ്പാടിനെ പറ്റി പറഞ്ഞേ പറ്റൂ. വിജയരാഘവൻ എന്ന് പറഞ്ഞ നടനോട് സംസാരിക്കുമ്പോൾ എൻ പിള്ളയെ പറ്റി പറഞ്ഞേ പറ്റൂ. അപ്പോൾ ഇതും അങ്ങനെയാണ്. അച്ഛൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഷാഡോ ബാക്കിൽ നിൽക്കുന്നുണ്ട്. ഈ അച്ഛൻ അഖിലിന് വ്യക്തിയായും സംവിധായകനും ആരാണ് അച്ഛൻ? അച്ഛനൊരു ഫ്രണ്ടാണ്. ടു ബി ഫ്രാങ്ക്, ഞങ്ങളൊരു 10-20 വയസ്സ് വരെ അച്ഛനെ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. അമ്മയാണ് വളർത്തിയിട്ടുള്ളത്. അച്ഛൻ തിരക്കുകളായിരുന്നു. കൂടുതലും അച്ഛനും അമ്മയും താമസിച്ചേക്കാളും കൂടുതൽ അച്ഛനും ശ്രീനേങ്കുളാണ് താമസിച്ചിട്ടുള്ളത് ആ കാലത്ത് ഒരുമിച്ച്. അപ്പോൾ അച്ഛൻ്റെ വർക്ക് വൈഫ് എന്ന് പറയുന്നത് ശ്രീനേങ്കുളാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലം ടോട്ടലി സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടുള്ളതാണ്. ഞാൻ മമ്മൂട്ടീനെയോ മോഹൻലാലിനെയോ കണ്ടിട്ടില്ല. കുട്ടി അങ്ങനെയൊന്നും ഓർമ്മ പോലും ഇല്ല കണ്ടതായിട്ടൊന്നും. ആദ്യമായിട്ട് കണ്ട ഷൂട്ടിംഗ് ഞാൻ അസിസ്റ്റ് ചെയ്ത് ഞാൻ ഒരു സിനിമയുടെ പിൻഗാമി എന്നുള്ള പടത്തിൻ്റെ ഫൈറ്റ് ഓർമ്മയുണ്ട് ഷൂട്ട് ചെയ്ത്. അത് മാത്രമാണ് ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഷൂട്ടിംഗ് ഓർമ്മ. അതിൽ ലാൽ സാറിൻ്റെ ഡ്യൂപ്പാണ് ചില്ല് പൊളിച്ച് തെറിച്ച് വീഴുന്നത്. അപ്പോൾ കൽക്കണ്ടം എറിയുന്ന ഓർമ്മയുണ്ട്. ഫൈറ്റ് മാസ്റ്ററുടെ അസിസ്റ്റൻസ് കൽക്കണ്ടം എറിയും, അത് തിന്ന ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത്. അപ്പോൾ അത് മാത്രമുള്ള ഓർമ്മ. അപ്പോൾ സിനിമയിൽ നിന്ന് അച്ഛൻ, എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ മകനായപ്പോലും ഞാൻ അവനെ സിനിമയിൽ ഞാനൊന്ന് പേടിക്കും. അപ്പോൾ ആ ഒരു പേടി അച്ഛനുണ്ടായതുകൊണ്ട് ആസ് എ ഫിലിം മേക്കർ അച്ഛനെ നമുക്ക് അങ്ങനെ പരിചയമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു +2 കഴിഞ്ഞ മുതൽ അച്ഛൻ നമ്മളൊരു സുഹൃത്തായി കണ്ടു തുടങ്ങി. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടായിട്ടാണ് പിന്നെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ പേടി അങ്ങനെയില്ല. അങ്ങനെ അച്ഛൻ അടിച്ചതായിട്ടൊന്നും ഓർമ്മയില്ല. ഒരടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അച്ഛൻ്റെ മോതിരം കൊണ്ടുവരാനുണ്ട് ഓർമ്മയുണ്ട് അടിച്ചപ്പോൾ. അത് മാത്രം ഓർമ്മയുള്ളൂ, വേറെ ഒന്നും അങ്ങനെ ഓർമ്മയില്ല. അപ്പോൾ അമ്മയാണ് ശരിക്കും ചൈൽഡ്ഹുഡിലൊരു ബേസ് കോർ മെമ്മറി. അച്ഛൻ സത്യനന്ദിക്കാടെന്ന് മനസ്സിലായി തുടങ്ങുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. നാട്ടിലായതുകൊണ്ട് പഠിച്ചെല്ലാം മലയാളം മീഡിയം സ്കൂളിലാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പോസ്ഡ് അല്ല സിറ്റി ആയിട്ടോ വേറൊരു അതായിട്ടൊന്നും. അപ്പോൾ പക്ഷേ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ഞാൻ സിനിമയിൽ ഞാനും അനൂപും വരാൻ കാരണം പോലും ഞങ്ങൾ മണിരത്നം സിനിമ കണ്ടിട്ടാണ് ആഗ്രഹിച്ചത് ഫിലിം മേക്കർ ആവാമെന്ന്. അല്ലാതെ അച്ഛൻ്റെ സിനിമ കണ്ടിട്ടല്ല. അച്ഛൻ്റെ സിനിമ നമ്മളന്ന് കുറേ റീവാച്ച് ചെയ്യും, നാടോടിക്കാറ്റും ഒക്കെ റീവാച്ച് ചെയ്യുന്നല്ലാതെ അന്ന് അതിൻ്റെ വില അറിയില്ല. മണിരത്ന സിനിമകളുടെ എനിക്ക് കണ്ണത്തിൽ മുത്തുമിട്ടാൽ എന്നുള്ള സിനിമ തിയേറ്ററിൽ കണ്ട ഒരു ഓർമ്മയുണ്ട്. അതാണ് ഒരു ഫിലിം മേക്കറായാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ളൊരു മൊമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ വന്നപ്പോഴാണ് അച്ഛൻ്റെ വാല്യൂ മനസ്സിലാവുന്നത്. ആൾക്കാർ പറയുമല്ലോ ഫീൽ ഗുഡ്. ഈ ഫീൽ ഗുഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കാൻ തീരെ എളുപ്പമല്ല എന്ന് മനസ്സിലായത് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണ്. എഴുതാനും അത് ക്രിയേറ്റ് ചെയ്യാനും പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യാനും അതൊരു ഒരു അതിഭീകര ടാലൻ്റാണ്. അപ്പോൾ എൻ്റെ മെയിൻ ഇപ്പോഴും ഞാൻ പറയുന്നതിൻ്റെ ഒരു അനുഗ്രഹം, ഒരു ഗുണവും അച്ഛൻ്റെ കൂടെ 10 വർഷം അസിസ്റ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ കാണുന്ന ഞാനും ഇനി അങ്ങോട്ടുള്ള ഞാനും അത് തന്നെയായിരിക്കും.